പ്രിയപ്പെട്ട കുട്ടികളെ, 2 ദിവസം മുമ്പ് മാത്സിലെ ഒരു വർക്ക്ഷീറ്റ് ഇട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു കുറച്ച് കുട്ടികൾ. അപ്പോൾ അതിൻ്റെ ഒരു ദൂരീകരണത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇതായിരുന്നു ആ വർക്ക്ഷീറ്റ്. ഇങ്ങനെയൊരു വർക്ക്ഷീറ്റ് നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. അതായത് ഇതിൽ ക്വസ്റ്റ്യൻ, ഹൗ മെനി മാംഗോസ്? 2 ബാസ്ക്കറ്റ് ഓഫ് മാംഗോ ബിഫോർ ദ കിങ്, 60 in the first and 30 in the second. How many in all? ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. ഫസ്റ്റ് ബാസ്ക്കറ്റിൽ 60 ആൻഡ് സെക്കൻഡ് ബാസ്ക്കറ്റിൽ 30. ഹൗ മെനി മാംഗോ ഇൻ ഓൾ? യു ക്യാൻ, ഹൗ ഡിഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസർ? ദെൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ 60 plus 30. You can, how many mangoes? You can find out the answer. How many mangoes? Then you can find out the answer 60 plus you can find out the answer 60 plus first basket is equal to 60 and second basket is equal to 30. 60 plus 30, you can find out simply the answer. Okay, then next, here is the next question. The king ate some mangoes. Only 10 are left in the first basket and 6 in the second. ഇവിടെയാണ് നിങ്ങൾക്കൊരു പ്രയാസം നേരിട്ടതായിട്ട് പറയുന്നത്. അതായത് രാജാവ് ആദ്യത്തെ ബാസ്ക്കറ്റിൽ നിന്ന് തിന്നു, വീണ്ടും സെക്കൻഡ് ബാസ്ക്കറ്റിൽ നിന്ന് തിന്നു. ഓൺലി 10 ആർ ലെഫ്റ്റ് ഇൻ ദ ഫസ്റ്റ് ബാസ്ക്കറ്റ്. തിന്ന് കഴിഞ്ഞതിന് ശേഷം 10 എണ്ണമാണ് ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ ബാക്കിയുള്ളത്, 6 എണ്ണമാണ് രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ ബാക്കിയുള്ളത്. എങ്കിൽ ഹൗ മെനി മാംഗോ ഡിഡ് ദ കിങ് ഈറ്റ്? ഹൗ മെനി മാംഗോ ഡിഡ് ദ കിങ് ഈറ്റ്? ഈ ആൻസർ എങ്ങനെ കണ്ടെത്തും? അത് നമുക്ക് ഒറ്റയടിക്ക് ഹൗ മെനി മാംഗോ ഡിഡ് ദ ഈറ്റ് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ചോദ്യത്തിന് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? How many mangoes? How many mangoes did the king eat? Did the king eat? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്തുക എന്നതാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു ചോദ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചില സ്റ്റെപ്പുകളിലൂടെ പോകണം. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് എത്ര തിന്നു അത് കണ്ടെത്തണം ആദ്യം. അപ്പോൾ ആ വഴിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഫ്രം ദ ഫസ്റ്റ് ബാസ്ക്കറ്റ് എങ്ങനെയാണ് ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് രാജാവ് തിന്ന് എത്രയാണ് കണ്ടെത്തുക? നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ചോദ്യമുണ്ട്. ഓൺലി 10 ആർ ലെഫ്റ്റ് ഇൻ ദ ഫസ്റ്റ് ബാസ്ക്കറ്റ്. ഫസ്റ്റ് ബാസ്ക്കറ്റിൽ 10 എണ്ണം ഇനി ബാക്കിയുള്ളൂ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ബാസ്ക്കറ്റിൽ എത്ര ഉണ്ടായിരുന്നു? രാജാവിൻ്റെ മുമ്പിൽ ബാസ്ക്കറ്റിൽ എത്തുമ്പോൾ 60 ഇൻ ദ ഫസ്റ്റ് ബാസ്ക്കറ്റ്. 60യിൽ നിന്നും 10 ആർ ബാലൻസ്, 10 എണ്ണേ ബാക്കിയുള്ളൂ. അപ്പോൾ രാജാവ് എത്ര തിന്നുണ്ടാകും? ഏത് വഴിയിലൂടെ നമ്മൾ പോകണം? 60 മൈനസ് 10. അവിടെ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. 60 മൈനസ് 10 ഈസ് ഈക്വൽ ടു. ആ ആൻസർ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ശേഷം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് തിന്നത് കിട്ടി. ഇനി നമുക്കറിയേണ്ടതാ ഫ്രം ദ സെക്കൻഡ്, രണ്ടാമത്തതിൽ നിന്നും രാജാവ് എത്ര തിന്നു? ഫ്രം ദ സെക്കൻഡ്. ഇവിടെയും നമുക്ക് അറിയാം, സെക്കൻഡ് ബാസ്ക്കറ്റിൽ ടോട്ടൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു? നമ്മുടെ ഇതിലേക്ക് നോക്കൂ. സെക്കൻഡ് ബാസ്ക്കറ്റിൽ എത്ര ഉണ്ടായിരുന്നു? 30 ഇൻ ദ സെക്കൻഡ്. 30 ഇൻ ദ സെക്കൻഡ്. അതിൽ നിന്നും രാജാവ് കഴിച്ചതിന് ശേഷം എത്ര ബാക്കിയുണ്ട്? 60. ദ കിങ് എയ്റ്റ് സം മാംഗോ. ഓൺലി 10 ആർ ലെഫ്റ്റ് ഇൻ ദ ഫസ്റ്റ് ബാസ്ക്കറ്റ് ആൻഡ് 6 ഇൻ ദ സെക്കൻഡ്. 6 ഇൻ ദ സെക്കൻഡ്. 6 ആണ് ബാക്കിയുള്ളത്. അപ്പം ആകെ ഉണ്ടായിരുന്നത് 30 മൈനസ് 6. Then you can find out the answer. You subtract 30 minus 6. Then how can you find out the answer? Total.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയതിന് ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടി, ഇവിടെയും ഒരു ആൻസർ കിട്ടി. ഇനി ഈ 2 ആൻസർ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടൽ എത്രയാണ് രാജാവ് തിന്നതെന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? അത് രണ്ടും കൂടി കൂട്ടണം. ഏതൊക്കെ രണ്ടും കൂടി കൂട്ടുന്നത്? ഫ്രം ദ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു ആൻസറും ഇതും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് രാജാവ് എത്ര എണ്ണം കഴിച്ചു എന്ന് കിട്ടും. ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടാൻ 60, ആകെ ഉണ്ടായിരുന്നത് 60 ആണ്. അതിൽ നിന്ന് 10 കുറച്ചു, അപ്പോൾ ഒരു ആൻസർ കിട്ടി. അപ്പോൾ അത്രയും മാമ്പഴമാണ് ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് കഴിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് രാജാവ് കഴിച്ചത് ആകെ ഉണ്ടായിരുന്നത് 30 ആണ്. 30-ൽ നിന്ന് 6 എണ്ണം കഴിച്ചു. ഇനി ബാക്കി എത്ര? ഇവിടെ സബ്സ്ട്രാക്ഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആ രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് മോളത്തെ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടും. ഹൗ മെനി മാംഗോ ഡിഡ് ദ കിങ് ഈറ്റ്? എല്ലാം കൂടി രാജാവ് എത്ര കഴിച്ചു? ഇത് നമ്മൾ ഒരു രീതിയാണ്. ഈ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് ഇത് കണ്ടെത്താം. ഇനി അല്ലാതെ മറ്റെന്ത് രീതി എന്നതാണ് അടുത്ത നിങ്ങളുടെ ഒരു ചോദ്യം. അപ്പോൾ അവിടെ ആ കണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഫസ്റ്റിൽ നിന്ന് കിട്ടിയ ആൻസറിന് ഇവിടെ അതിൻ്റെ 10 സോൺസ് ആക്കാം. സെക്കൻഡ് ബാസ്ക്കറ്റിൽ നിന്ന് എത്ര കഴിച്ചു അത് 10 സോൺസ് രീതിയിൽ എഴുതാം. എന്നിട്ട് രണ്ടും കൂടി കൂട്ടിയാൽ ഒരു ഉത്തരം കിട്ടും. ഇതല്ലാതെ ഇതിപ്പോൾ നമ്മൾ ഒരു മെത്തേഡിലൂടെയാണ് ഇത് കണ്ടത്. ഇതല്ലാതെ അനദർ മെത്തേഡ് വേറെ എങ്ങനെ നിങ്ങൾക്കിത് കണ്ടെത്താം? വേറെയും മെത്തേഡുകൾ നമ്മൾക്ക് ഉപയോഗിക്കാം. എന്ത് ചെയ്യാം? രാജാവിൻ്റെ മുമ്പിൽ ആകെ എത്ര മാമ്പഴം ആദ്യമുണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാം. അതായത് ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ 60, സെക്കൻഡ് ബാസ്ക്കറ്റിൽ 30. 60 + 30 എത്ര കിട്ടും? യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ. 60 + 30 ഓക്കെ, ഒരു ഉത്തരം കിട്ടും. അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? രാജാവ് തിന്നത് കുറക്കണം. അപ്പോൾ രാജാവ് എത്ര കഴിച്ചത്? ഒന്നാമത്തതിൽ 10 എണ്ണം ബാക്കിയുണ്ട്. രാജാവ് തിന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രാജാവ് തിന്നതിന് ശേഷം ബാക്കി അവിടെ ഉണ്ട്, ആ ബാക്കി കുറക്കണം. അപ്പോൾ ഒന്നാമത്തിൽ ഇനി 10 ബാക്കിയുണ്ട്, രണ്ടാമത്തിൽ 6 ബാക്കിയുണ്ട്. അപ്പം 10 + 6. അപ്പം രാജാവ് ഇനി ബാക്കിയുള്ള എത്ര? 10 + 6 = 16. ഇവിടെ എത്ര കിട്ടും? 60 + 30 = 90. 90-ൽ നിന്ന് 16 കുറക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും? ഇവിടെ കിട്ടിയ അതേ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി വേറെ ഏതെങ്കിലും രീതി ഉണ്ടോ നിങ്ങൾ നോക്കാം. അപ്പം ഫസ്റ്റത്തെ രീതി നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഈ കള്ളിയിലാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ക്രിയകൾ ഇവിടെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ അത് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത് എന്നത് ഞാനിവിടെ കാണിച്ചു തന്നല്ലോ. ഈ വഴികളൊക്കെ എഴുതി ഇതാണ് അതിൻ്റെ ഉത്തരം. ഒന്നാമത്തിലെത്തുമ്പോൾ 60 - 10, ദെൻ രണ്ടാമത്തിലോ 30 - 6. ഇവിടെ എത്തുമ്പോഴോ ഇവിടെ കിട്ടിയ ഉത്തരവും നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം. അപ്പോൾ ആ ഉത്തരത്തിനെ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ കിട്ടിയ ഉത്തരം 10s 1s ആക്കി. ഇവിടെ 10s ഇവിടെ എഴുതുന്നു, 1s ഇവിടെ എഴുതുന്നു. ദെൻ ഫ്രം ദ സെക്കൻഡ് ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയ ഉത്തരം 10s ഇവിടെ എഴുതുന്നു, 1s ഇവിടെ എഴുതുന്നു. എന്നിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തെ ഇതിലേക്ക് എഴുതുന്നു. അതേ ഉത്തരം തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, അപ്പോൾ 2 മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ.